ക്വാളിറ്റി സെൽഫ് ടോക്ക് ഈസ് എ പ്രയർ. മറിയത്തോട് പറഞ്ഞു, സങ്കടങ്ങളുടെ ചാലുകളിൽ നീന്തുമ്പോൾ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് അവളോട് തന്നെ പറയാം. ഒരു കുഞ്ഞില്ലാതെ നൊന്ത് കരയുമ്പോ ഹന്ന പറയുന്നുണ്ട്, അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കട്ടെ. സ്വയം പറയാ. ശത്രുവിനാലും മിത്രത്താലും മക്കളാലും വേട്ടയാടപ്പെട്ട മരുഭൂമി താണ്ടുമ്പോൾ ദാവീദ് പറയാ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ പരിശോധിക്കൂ. പ്രകാശമുള്ള പദങ്ങളിലേറെയും കുറെ മനുഷ്യർ അവരവരോട് തന്നെ പറഞ്ഞാണ്. നമ്മളിവിടെ വന്ന് നമ്മുടെ പ്രിയപ്പെട്ട അന്ത്രോസ് ബാബായുടെ മധ്യസ്ഥതയിൽ നിൽക്കുമ്പോ അങ്ങോട്ട് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ നമ്മളോടുകൂടെ പറയണം, ഇതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും സാരമില്ല. ഒരാൾ അയാളോട് തന്നെ സാരമില്ല എന്ന് പറയുന്നില്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോണില്ല. ഒരാളുടെ ഗുരു അവനവൻ തന്നെ ആകുന്നിടത്ത് മാത്രമേ ഒരാളെ രക്ഷപ്പെടുള്ളൂ. നമുക്ക് നമ്മളോട് പറയാം. ഈ വചനം 2 കൊച്ചു വാക്ക് പറയും. ഒന്ന്, ഐ ആം യുണീക്ക് എന്നാണ്, ഞാൻ അനന്യനാണ്. ആ വാക്കൊരു കട്ടി വാക്കൊന്നുമല്ല, അനന്യതാബോധം, യുണീക്ക് കോൺഷ്യസ്നെസ് എന്ന് പറയും. എന്റെ ഈ അനന്യത എന്ന് പറഞ്ഞാൽ സങ്കീർത്തനങ്ങളിൽ ഒരിടത്തുണ്ട്, നീയോ അനന്യനാകും, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാവുന്നതാണ്. അനന്യത, യുണീക്ക്നെസ്, ഒന്നുപോലെ മറ്റൊന്നില്ലാത്തതിന്റെ പേരാണ് അനന്യത. കല്ലടയിൽ നിങ്ങൾ പറയും ഒരേപോലെ 11 പേരുണ്ട്, അല്ലെ ഒരേപോലെ 9 പേരുണ്ട്. പച്ചക്കള്ളാണ്. ഒരുമിച്ച് കിട്ടിയ ഏതെങ്കിലും സന്ദർഭമുണ്ടോ? എന്തോ ഒരു ചെറിയ ഭാവമൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ പള്ളി ചെന്ന് ചെരുപ്പ് ഇട്ടുകൊണ്ട് ഈ ഹൈക്കലായി അടുത്ത് വന്നാൽ അച്ഛൻ എന്നേ പറയും, ഊരിട്ടോണം, അകത്ത് കയറ്റാൻ ഒക്കത്തില്ല. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന്. പണ്ട് വധൂവരന്മാർക്കും ചെരുപ്പിടാൻ അനുവാദം ഇല്ലായിരുന്നു കേട്ടോ. എന്നാൽ ഇപ്പം വിവാഹ ശുശ്രൂഷയിൽ നമ്മളെ ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂമിനെ ഓണർ ചെയ്തുകൊണ്ട് ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്നാ ഇടാൻ ഉറവാക്കി. അതൊരു നല്ല, ഈ ആധുനിക കാലഘട്ടത്തിലെ വളരെ പ്രതീകാത്മകമായ ഒരു അർത്ഥതലമായിട്ട് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ ചെരുപ്പും വിശേഷ വസ്ത്രവും വിരലിന് മോതിരവും ഇത് 3ഉം ഒരുമിച്ച് കിട്ടുന്ന മനോഹര ശുശ്രൂഷയാണ് ഏത്? വിവാഹ ശുശ്രൂഷ. ഇതൊരു വലിയ അവകാശമാണ്. മടങ്ങിവരവിന്റെ മഹനീയ പ്രതീകങ്ങളാണ് ചെരുപ്പും ഉടുപ്പും മോതിരവും. അതാണ് ഇളയ മകന് കിട്ടിയത്. എന്നാൽ കൂടെ താമസിച്ചവന് ഇത് കിട്ടിയില്ല. കാരണം അവൻ അപ്പന്റെ കൂടെ താമസിച്ചെങ്കിലും പിതാവിനെ തിരിച്ചറിയാൻ അവന് സാധിച്ചില്ല. അവൻ പിതാവിന്റെ ഭവനത്തിൽ മകനായി ജീവിച്ചില്ല, മറിച്ച് കൂലിക്കാരനായി ജീവിച്ചു. ഓരോന്നിനും പ്രതിഫലം ആഗ്രഹിച്ച് ജീവിച്ചു. ഓരോന്നിനും എനിക്ക് കിട്ടേണ്ടത് കിട്ടണമെന്ന രീതിയിൽ ചിന്തിച്ചു. അവൻ പിതാവിനോടുള്ള വാസത്തെ വെറും കച്ചവടമായി അധപ്പതിച്ചു. ലാഭം, നഷ്ടം, ഈ 2 ചിന്തകളെ അവന്റെ ആധ്യാത്മികതയിലുള്ളൂ. അവന്റെ ആധ്യാത്മികതയിൽ ലാഭേച്ഛ മാത്രം. അതുകൊണ്ട് അവൻ ഉള്ളതിനെ കുറിച്ച് ബോധ്യമില്ല. സഹോദരന് ലഭിച്ചതിനെ കുറിച്ച് അവന് വലിയ നിരാശയും സഹോദരന് ലഭിച്ചതിനെ കുറിച്ചുള്ള വേദനയും. അതുകൊണ്ടാണ് അവൻ അപ്പനോട്, സത്യത്തിൽ ഇതൊരു വിഷയമേ അല്ല, എന്നാലും അവനൊരു വിഷയം ഉണ്ടാക്കി പറയുകയാണ്, നീ എനിക്ക് ഇതുവരെ ഒരു പറവാക്കി. കിട്ടാത്ത ആട്ടിൻകുട്ടിയെ കുറിച്ച് വിലപിക്കുമ്പോൾ കിട്ടിയ ആട്ടിൻ പറ്റം എത്രയോ ഭയങ്കരം. ജീവിതത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ സർവശക്തൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര ഭയങ്കരം. സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ തിന്മകളിൽ സ്പർശിക്കാതെ തേളുകളെയും പാമ്പുകളെയും എന്ന ദുഷ്ടവികാരങ്ങളെ കീഴടക്കുവാനുള്ള മഹനീയമായ ചെരുപ്പ് ധരിച്ചു, നീതിയുടെ വസ്ത്രം, നശിച്ചു പോകാത്ത നിത്യജീവന്റെ ഉടയാട അത് ധരിച്ചുകൊണ്ട് എല്ലാത്തിലും ഉപരി സർവശക്തനും ഞാനും നിങ്ങളും തമ്മിലുള്ള
അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിലുള്ള പുത്രസ്വീകാര്യത്തിന്റെ ശ്രേഷ്ഠ അവകാശത്തോടെ ലഭിച്ച ചെരുപ്പും ഉടുപ്പും മോതിരവും അത് മറക്കാതെ ജീവിക്കണം. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ സാധ്യതകൾ. ഞാൻ നിങ്ങൾ ആരാണ്, വാട്ട്സ് അവർ ഐഡന്റിറ്റി എന്ന് തിരിച്ചറിഞ്ഞ് ഉള്ളതിനെ കുറിച്ചുള്ള അവബോധത്തിൽ ജീവിക്കുമ്പോൾ സഹോദരൻ ലഭിച്ചതിനെ കുറിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ സഹോദരങ്ങളിൽ നിരാശ ഉണ്ടാകത്തില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ.